ഹലോ കൂട്ടുകാരെ, ഇത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. അല്ലാത്തവരിത് കണ്ട് ബോറടിക്കുന്നു എന്ന് പറയരുതേ. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ യാത്രയുടെ കണ്ടിന്യൂവേഷനാണിത്. ഞങ്ങൾ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട വന്നു. ഈരാറ്റുപേട്ടയിൽ നിന്ന് ചോലത്തടം എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂഞ്ഞാറ് വഴിയാണ് വരുന്നത്. പൂഞ്ഞാറിൽ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. പൂഞ്ഞാറിൽ നിന്ന് പിന്നെ വന്നത് നമ്മൾ എന്താ പറയുക, പാതാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെ നല്ല കയറ്റവുമാണ്, നല്ല വളവുകൾ, നമ്മുടെ ചുരം കയറുന്ന പോലെ, നമ്മുടെ വയനാടൻ ചുരം കയറുന്ന പോലെയുള്ള റോഡുകളാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ ഒന്നിലും കുഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല സുന്ദരമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല 90 ഡിഗ്രി വളവും അതിൻ്റെ കൂടെയുള്ള കയറ്റങ്ങളുമാണ്. ശരിക്കും ഇത് ചുരം തന്നെയാണ്. ശരിക്കും രണ്ട് സൈഡും, മലയുടെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഒരു മലേനെ തന്നെ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പം ഞങ്ങൾ ഈ വഴിക്കൊക്കെയാണ് ബസ്സിലൊക്കെ കയറി കോളേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും റോഡ് ഇത്രത്തോളം ഡെവലപ്ഡ് ഒന്നും അല്ല. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഈ ഡേഞ്ചറും അതിൻ്റെ ആ ഒരു സ്ട്രെസ്, പേടിയൊന്നും നമുക്കങ്ങ് തോന്നില്ല. കാരണം കയറുമ്പോൾ തൊട്ട് വർത്താനം പറഞ്ഞ കളിച്ച് ചിരിച്ചാണ്, നമ്മുടെ സ്വന്തം ബസ് പോലെയാണ് പോകുന്നത്. അപ്പോൾ അതിന് ഒരു KSRTC ബസ്സാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോലത്തടം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ. ഇതാണ് ഇവിടെ വരെ ഇവിടെയായിരുന്നു പണ്ട് ബസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വഴിക്കൊക്കെ അങ്ങ് നടന്നു പോകും. ഇവിടെ നിന്ന് തിരിഞ്ഞൊരു മലയിലേക്ക്, മലയാണ്, കംപ്ലീറ്റ് മലയാണ്. അതിൻ്റെ അവിടേക്ക് നടന്നിങ്ങനെ ബസ്സൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ 10-20 കുട്ടികളൊക്കെ ഉണ്ടാവും ഒന്നിച്ച് നടന്നു പോകാനായിട്ട്. വരുമ്പോൾ വൈകുന്നേരം കോളേജൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കൊരു വിട്ടിട്ട് ഒരു 6 മണിക്കായിരിക്കും നമുക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ബസ് കിട്ടുക. ബസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ 7 മണി, ചില ദിവസം 8 മണി അങ്ങനെയൊക്കെ ആകും. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ നല്ല ഭംഗിയായിട്ട് അങ്ങ് ദൂരെ വരെ കാണാമേ.